ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്ന് അറിയില്ലല്ലോ. ഒരു വലിയ സവാള, വെളുത്തുള്ളി, തക്കാളി, ഉണക്കമുളക്, ഒരു പൊട്ടറ്റോ, അതായത് ഉരുളക്കിഴങ്ങിൻ്റെ പകുതി വെന്തത്. അപ്പോൾ നമ്മളിതൊക്കെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലായാലും മതി. ആദ്യം ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ഒരു 8-10 അല്ലി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ച് കോരുകയാണ് കേട്ടോ. വല്ലാണ്ട് കറുത്ത കളറാവണ്ട, ഒരു ഏകദേശ കളറാവും, മീഡിയം സൈസ് കളറായിട്ട് കോരിയാൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ഉണക്കമുളക്, കരിവേപ്പിൻ്റെ ഇല, ചപ്പ്, ഇതൊക്കെ വറുത്ത് കോരാനുള്ള ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ ഈ ഐറ്റംസൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കാണുമ്പോൾ അടിപൊളി ഐറ്റം, അടാർ ഐറ്റം എന്നൊക്കെ കണ്ടു. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ രുചി നമ്മളത് ടേസ്റ്റ് ചെയ്താലല്ലേ അറിയുള്ളൂ. അപ്പോൾ ഞാനത് പറയാട്ടോ, ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിതെല്ലാം വറുത്ത് കോരിയ ശേഷം ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ കൈവച്ച് ഒന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി. ആവശ്യമെങ്കിൽ ഒരല്പം പുളി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഉള്ളിയും ഒക്കെ വറുത്ത് കോരിയിട്ട് ലാസ്റ്റ് ആ ഓയിലിൽ ഉരുളക്കിഴങ്ങുണ്ടല്ലോ, വെന്ത ഉരുളക്കിഴങ്ങാണ്, അപ്പോൾ അത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് ഒരു തക്കാളി, ആ തക്കാളിയും അതേപോലെ ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ഐറ്റം നമ്മൾ ചെറുതാക്കി അരിഞ്ഞ ഉള്ളിയും ചപ്പും തക്കാളി, വെന്ത ഉരുളക്കിഴങ്ങ്, പിന്നെ നമ്മളെ പൊരിച്ച് വെച്ച ഈ സാധനങ്ങളുണ്ടല്ലോ, ഇതൊക്കെ കൂടെ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും. വെച്ചാൽ അടിപൊളി അടാറായിട്ടൊന്നും പറയാനില്ല. നമുക്ക് ചോറിലേക്ക് നമ്മൾ സാധാ ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ, മുളക് ചമ്മന്തി, അതിൻ്റെയൊക്കെ ഫ്ലേവർ. വേണമെങ്കിൽ ഒരല്പം പുളി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാനിതിൽ പുളി ചേർക്കാൻ മറന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.